നമസ്കാരം. ഇന്ത്യൻ സിനിമയുടെയും മലയാളികളുടെയും അഭിമാനം വാനോളം ഉയർത്തിയ നിമിഷമായിരുന്നു കാൻസ് ഫിലിം ചലച്ചിത്രമേളയിൽ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിന് ലഭിച്ച ഗ്രാൻഡ് പ്രീ പുരസ്കാര നേട്ടം. ദിവ്യപ്രഭയുടെയും കനീകുസൃതിയുടെയും പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം ഇപ്പോഴത്തെ പുരസ്കാര നേട്ടത്തിൽ നിൽക്കുന്ന ദിവ്യപ്രഭയുടെ സിനിമാ വഴികളെക്കുറിച്ചുള്ള കുറിപ്പ് പങ്കുവയ്ക്കുകയാണ് തിരക്കഥാകൃത്തും സംവിധായികയുമായ ഇന്ദു VS. കൊച്ചിയിൽ നിന്നും കാനിലേക്ക് പുലർച്ചെ ദിവ്യ ഫ്ലൈറ്റ് കയറുന്നതിന് മുൻപ് നടത്തിയ യാത്രകളെ പറ്റിയാണ് പറയുന്നത്. നാട്ടിൽ ജനിച്ച്, നാട്ടിൽ തന്നെ പഠിച്ച്, നാട്ടിൽ മാത്രം വളർന്ന ഒരാൾ. അവളിലൂടെയാണ് ആ വീട്ടിലേക്ക് സിനിമ എത്തുന്നത്. അവിചാരിതമായി അഭിനയത്തിലേക്കും സിനിമയിലേക്കും വന്നു കയറിയതാണ് ദിവ്യ. പക്ഷേ അങ്ങനെയൊരു തുടക്കത്തിൻ്റെ ലാഘവം പിന്നീട് കണ്ടിട്ടില്ല. കഴിയുന്നതൊക്കെ ചെയ്യാനുള്ള ശ്രമവും ആഗ്രഹവും വിടാതെ പിടിച്ചിട്ടുണ്ടായിരുന്നു. എളുപ്പമുള്ള ഒന്നല്ല ഇവിടെ നിലനിന്നു പോകലെന്ന് പറയുന്നത്. എന്താവുമെന്ന് എല്ലാ നേരവും പേടിപ്പിക്കുന്ന തൊഴിലാണ്. ചുറ്റും എല്ലാത്തിലും സമ്മർദ്ദമാണ്. ഇതിനോടൊക്കെ ഇടയിലും കൂടുതൽ അറിയാനും പഠിക്കാനുമുള്ള മനസ്സ് എത്ര പേരിൽ ബാക്കി നിൽക്കുന്നു എന്ന് അറിയില്ല എന്നാണ് ഇന്ദു പറയുന്നത്. വർത്തമാനത്തിലൊക്കെ നമ്മൾ ചുമ്മാ പറഞ്ഞു പോകുന്ന ലോക സിനിമയിലെ പേരുകൾ, അവരുടെ വർക്കുകൾ ടൈപ്പ് ചെയ്തെടുത്ത് പിന്നീട് മറക്കാതെ കാണാൻ ശ്രമിച്ചിരുന്ന ദിവ്യയാണ് ഇപ്പോൾ ലോക സിനിമയ്ക്ക് മുന്നിൽ ഇന്ത്യക്ക് വേണ്ടി നിവർന്നു നിൽക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ താമസിക്കാൻ അപ്പാർട്ട്മെൻറ്റ് തിരയുന്ന കാലത്ത് സിനിമയിൽ അഭിനയിക്കുന്ന ആളല്ലേ, വീട് കിട്ടാൻ പാടാണെന്ന് ബ്രോക്കർ പറഞ്ഞത് കേട്ട് താനിനി എന്ത് ജോലി പറയണമെന്ന് ഓർത്ത് ചിന്തിച്ചിരുന്ന ദിവ്യയുടെ മുഖം മനസ്സിലുണ്ട്. ചരിത്രം ദിവ്യയും കനിയെയും അവരുടെ ഇന്ത്യ എന്നേക്കുമായി അടയാളപ്പെടുത്തി കഴിഞ്ഞു. ദിവ്യയിലൂടെ താൻ കഴിഞ്ഞ 14 വർഷത്തെ സിനിമാ യാത്രയിലെ ഏറ്റവും ഉള്ളു നിറഞ്ഞ നേരം അനുഭവിക്കുന്നു. കാലം കരുതലോടെ ഇനിയും നമ്മുടെ പിള്ളേരെ വളർത്തട്ടെ എന്നായിരുന്നു ഇന്ദുവിൻ്റെ വാക്കുകൾ.